ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പ്രമാണം. നല്ല കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണമെന്ന. ഇതാ ഒരു നല്ല കാര്യം ആരംഭിക്കുന്നു. മലയാളവുമായി ബന്ധപ്പെട്ട 10 ചോദ്യം ഒരു ദിവസം. വെറും 10 ചോദ്യം. ഈ 10 ചോദ്യങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ മലയാള ഭാഷയും സാഹിത്യവും നമ്മുടെ കൂടെ വരും. എന്നാൽ തുടങ്ങാം. ചോദ്യം നമ്പർ 1. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും പ്രാചീനമായത് ഏത്? വാമൊഴി, വരമൊഴി, അച്ചടി, ചിത്രഭാഷ. ഉത്തരം വ്യക്തമാണല്ലോ. ഏറ്റവും പ്രാചീനമായത് വാമൊഴിയാണ്. വാമൊഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസാര ഭാഷയാണ്. വരമൊഴി എന്ന് സൂചിപ്പിക്കുന്നത് എഴുത്ത് ഭാഷയാണ്. ഓക്കെ. ചോദ്യം നമ്പർ 2. ലോകത്തിൽ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകൾ ഏത് ഗോത്രത്തിൽ പെടുന്നു? ഉത്തരം ഇൻഡോ യൂറോപ്യൻ, ദ്രാവിഡം, ആഫ്രോ ഏഷ്യാറ്റിക്, സൈനോ ടിബറ്റൻ. ശങ്ക വേണ്ട, ഉത്തരം ഇൻഡോ യൂറോപ്യൻ ആണ്. നമ്മുടെ ഭാഷയായ മലയാളം ദ്രാവിഡ ഗോത്രത്തിൽ പെടുന്നതാണ്. ചോദ്യം 3. ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്തത് ഏത്? കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങൾ മലയാളം, തമിഴ്, കന്നഡ, തുളു, സംസ്കൃതം. ഒരു പ്രയാസമില്ലല്ലോ. ഉത്തരം സംസ്കൃതമാണ്. ചോദ്യം 4. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ? തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം. ചെറിയൊരു സംശയം ഉണ്ടാവും. ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ്. ഉറപ്പിച്ച് ഉത്തരം എഴുതാം. ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ്. അടുത്ത ചോദ്യം അല്പം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം കൊടുത്തിരിക്കുന്നത് തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം എന്നിവയാണ്. പ്രയാസം ഒട്ടും വേണ്ട. ശരിയായ ഉത്തരം തെലുങ്കാണ്. ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്നത് തെലുങ്ക് ഭാഷയാണ്. അടുത്തത് അല്പം സംശയമുണ്ടാക്കുന്ന ചോദ്യമാണ്. തമിഴ് ഗോത്രം അഥവാ ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് എന്നാണ് ചോദ്യം. മലയാളം, കന്നഡ, മറാത്തി, തെലുങ്ക്. ചെറിയൊരു സംശയം തോന്നും. സംശയിക്കേണ്ട. ഉത്തരം മറാത്തിയാണ്. മറാത്തി ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷയാണ്. അടുത്ത ചോദ്യം ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും സാഹിത്യ സമ്പത്തുള്ള ഭാഷ ഏത് എന്നതാണ്. ഏറ്റവും പഴക്കമുള്ള ഭാഷയായ തമിഴ് തന്നെയാണ് ഏറ്റവും സാഹിത്യ സമ്പത്തുള്ള ഭാഷ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന ഗോത്രനാമം നൽകിയതാര് എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് കാൽഡ്വൽ, ഗോദവർമ്മ, ഗുണ്ടർട്ട്, ഇളംകുളം എന്നിവരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം കാൽഡ്വൽ ആണ്. കാൽഡ്വലിൻ്റെ പ്രഖ്യാതമായ പുസ്തകം എ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ദ്രവീദിയൻ ലാംഗ്വേജസ്, ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം. ആ പുസ്തകത്തിൻ്റെ പേര് ഓർക്കുന്നത് നല്ലതാണ്. ചോദ്യം 9. ഉയിരെഴുത്തുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ത്? ഉത്തരം വ്യഞ്ജനങ്ങൾ, സ്വരങ്ങൾ, മധ്യമങ്ങൾ, അനുനാസികങ്ങൾ എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ ഉത്തരം സ്വരങ്ങളാണ്. ഉയിര് എന്നതിന് പ്രാണൻ എന്നർത്ഥമുണ്ടല്ലോ. പ്രാണനാണ് സ്വരങ്ങൾ. മെയ് അഥവാ ശരീരമാണ് വ്യഞ്ജനങ്ങൾ. സംഘകാല സാഹിത്യത്തിൽ സൂചിപ്പിക്കുന്ന ഐന്തിണകളെക്കുറിച്ചുള്ളതാണ് അടുത്ത ചോദ്യം. സാഹിത്യത്തിൽ പരാമർശിക്കുന്ന മരുതം എന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. ഉത്തരമായി വയൽ, കുന്നിൻപുറം, കാട്, പാഴ്നിലം, കടലോരം എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. പ്രാചീന കാലത്ത് ഭൂപ്രദേശങ്ങളെ വേർതിരിച്ച രീതിക്ക് പറയുന്ന പേരാണ് ഐന്തിണകൾ. 5 തിണകൾ. അതിലുദ്ദേശിക്കുന്നത് 1. കുറിഞ്ചി, പർവ്വത പ്രദേശം. 2. കാര്യമായ ഫലപുഷ്ടിയില്ലാത്ത പ്രദേശങ്ങൾ. അവയ്ക്ക് പറയുന്ന പേര് പാലൈ എന്നാണ്. 3. സാമാന്യം കൊള്ളാവുന്ന കുന്നുകളും താഴ്വരയും നിറഞ്ഞ പ്രദേശം. അതിന് പറയുന്ന പേര് മുല്ലൈ. വളക്കൂറുള്ള വയലുകളാണ് മരുതം എന്നറിയപ്പെടുന്നത്. 5. കടലിനോട് ചേർന്ന് കിടക്കുന്ന തീരപ്രദേശങ്ങൾ, കടൽ തീരങ്ങൾ. ഇതാണ് നെയ്തൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കുറിഞ്ചി,